ഷഹബാസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ചു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك يا رب العالمين. اللهم اغفر علينا وعلى اهلنا وعلى من مات من هذه الدار من فيضاتهم وامدنا واياهم بمددهم. اللهم انصرنا واياهم بنصرتهم يا خير الناصرين. اللهم بحقهم وبجاههم الذي سلمنا من كل آفات الدارين. اللهم ارزقنا سعادات الدارين. اللهم إلى أرواح من ماتوا منا من آبائنا وأمهاتنا ومشايخنا وأساتذتنا وأجدادنا وجداتنا وأعمامنا وعماتنا وأخواننا وخالاتنا وإخوتنا وأخواتنا وجميع المسلمين عامة يا رب العالمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا غفار المذنبين. اللهم إلى روح هذا الميت خاصة. اللهم انصر لنا باسمه ونصره وحاله وعليه يا أرحم الراحمين. اللهم إنا قد جئناك راغبين إليك ففعله. MS അനീഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് പ്രാഥമിക വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ അക്രമത്തിൽ ഷഹബാസിന്റെ തലയൊട്ടി തകർന്നിട്ടുണ്ട്, വലത് ചെവിയുടെ മുകളിലായി പരിക്കുണ്ട്. ഇപ്പോൾ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് ഷഹബാസിന്റെ മൃതദേഹം താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലെത്തിച്ചത്. നേരത്തെ 2 വർഷമായി താമസിക്കുന്ന വാടക വീട്ടിൽ എത്തിച്ച ശേഷമാവും ഇവിടേക്ക് എത്തിക്കുകയെന്ന് അറിയിച്ചിരുന്നെങ്കിലും സമയപരിമിതി മൂലം നേരെ താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. ഈ തറവാട്ട് വീട്ടിലാണ് 2 വർഷം മുമ്പ് വരെ ഷഹബാസും കുടുംബവും താമസിച്ചിരുന്നത്. അതിനുശേഷമാണ് തൊട്ടടുത്ത് തന്നെ ഒരു വീട് നിർമ്മാണം ആരംഭിച്ചത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം 2 വർഷം കഴിഞ്ഞിട്ടും വീട് പണി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാല്. അദ്ദേഹം വിദേശത്തൊക്കെ കുറച്ചാൾ ജോലി ചെയ്ത് പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങേയറ്റം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വീടാണ്. ആ വീട് പോലും വിറ്റ് കടങ്ങൾ വീട്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും ആലോചന നടത്തിയ ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ തറവാട്ട് വീട്ടിലേക്കാണ് സമയം മുമ്പ് എത്തിച്ചത്. 13 വയസ്സ് വരെ ഷഹബാസ് വളർന്നത് ഈ സ്ഥലത്തും ഈ പരിസരങ്ങളിലുമാണ്. ആളുകൾക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു. നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് ആളുകൾ പറയുന്നതും. അതുകൊണ്ട് വലിയൊരു ജനക്കൂട്ടത്തിലുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ അടക്കമുള്ള ആളുകളെത്തി മയ്യത്ത് നിസ്കാരം ഇപ്പോൾ നടക്കുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇവിടെ നിന്നും മൃതദേഹം പിന്നീട് സമീപത്ത് തന്നെയുള്ള ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. ചുങ്കം ജുമാ മസ്ജിദിൽ മയ്യത്ത് നിസ്കാരം നടക്കും. അതിനുശേഷം കടവൂർ ജുമാ മസ്ജിദ് മദ്രസയിൽ അല്പസമയം പൊതുദർശനത്തിൽ വെക്കും. അവിടുത്തെ തന്നെ പള്ളിയിൽ ഖബറടക്കം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സമയക്രമം ഒക്കെ നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അല്പസമയത്തിനകം വീട്ടിലെ നിന്നും പുറത്തേക്ക് എടുക്കുകയും ചെയ്യും. എന്തായാലും ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നതാണ്. അതിക്രൂരമായ ഒരു മർദ്ദനത്തിന് മുഹമ്മദ് ഷഹബാസ് വിധേയനായിരിക്കുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അക്രമത്തിൽ മുഹമ്മദ് ഷഹബാസിന്റെ തലയൊട്ടി പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. വലത് ചെവിയുടെ മുകൾ ഭാഗത്താണ് തലയൊട്ടി തകർന്നിരിക്കുന്നത്. പ്രകാശശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയൊട്ടി തകർന്നതെന്നും ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതായത് കുട്ടികൾ തമ്മിലുണ്ടായ ഒരു കേവലം വഴക്ക് അല്ലെങ്കിൽ പരസ്പരം ഉണ്ടാവുന്ന ഒരു കയ്യേറ്റത്തിനപ്പുറം ഗുരുതരമായ രീതിയിലുള്ള പരിക്ക് എന്നാണ് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് തന്നെ നേരത്തെ പറഞ്ഞതനുസരിച്ച് നെഞ്ചക്ക് പോലെയുള്ള ചില ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്തരമൊരു ക്രൂരമായ കൊലപാതകം ഈ കുട്ടിക്കൊലയാളികൾ നടത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ട്യൂഷൻ സെന്ററിൽ നൃത്തം ചെയ്തപ്പോൾ ആ പാട്ട് നിരസിനെ തുടർന്നുള്ള വാക്കേറ്റം ഉണ്ടാവുന്നു. അതിനുശേഷം തൊട്ട് സമീപത്ത് വെച്ച് തന്നെ കുട്ടികൾ പരസ്പരം കയ്യേറ്റം ചെയ്യുന്നു. പിന്നീട് മറ്റൊരു മോന്റെ ശവപ്രദേശത്ത് വെച്ചാണ് വലിയ സംഘടനം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ നമ്മോട് ഈ സംഭവം കണ്ട ദൃക്സാക്ഷിയൊക്കെ പറഞ്ഞത് 4 പേർ വളഞ്ഞിട്ട് ഒരു കുട്ടിയെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടുവന്ന്. അനീഷ്, അനീഷ് കേൾക്കാമോ? തുടർന്നോളൂ കേൾക്കാം.
അത്തരത്തിൽ നിഷ്ഠൂരമായ ഒരു കൃത്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ അച്ഛൻ ഇന്നലെയൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നൊക്കെ സംസാരിച്ചപ്പോഴും പറഞ്ഞു മുഖത്ത് വലിയ തോതിലുള്ള പരുക്കുണ്ടായിരുന്നു. ചെവിയുടെ ഭാഗം പൂർണ്ണമായും ഈ ആയുധം ഉപയോഗിച്ച് ഇടിച്ച് തകർത്തിരിക്കുന്നു. ഒപ്പം തലച്ചോറിനുള്ളിൽ രക്തം കട്ടിയായി കിടക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് സാധാരണഗതിയിലുള്ള ഒരു ആക്രമണം കുട്ടികൾ തമ്മിൽ പരസ്പരം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന കയ്യേറ്റത്തിനപ്പുറം മാരകമായ ആയുധം ഉപയോഗിച്ചാണ് ഇത്തരം ഒരു കൃത്യം നടത്തിയിരിക്കുന്നത് എന്നൊരു കൃത്യമായ നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഒപ്പം ഇന്നലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ പ്രവേശിച്ചപ്പോൾ ഡോക്ടർമാരും ചോദിച്ചു ആരാണ് ഈ നീചകൃത്യം ചെയ്തത്, ഇത്രമാത്രം പ്രതികാരം തീർക്കാൻ, ഇത്രമാത്രം ശക്തിയോടെ മർദ്ദിക്കാൻ എന്ത് കുറ്റമാണ് ഈ കുഞ്ഞ് ചെയ്തതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തായാലും നേരത്തെ കുടുംബമൊക്കെ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ നിന്നൊക്കെ അറിയിച്ചതുപോലെ അതിന് പറ്റുന്ന രീതിയിൽ തന്നെ അങ്ങേ ഗുരുതരമായ പരുക്ക് കുട്ടിക്ക് ഉണ്ട് എന്നത് തന്നെയാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തലയിൽ രക്തം പൂർണ്ണമായും കട്ടുപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലായി ഉണ്ടായിരുന്നത്. ചെവിയുടെ ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ടായിരുന്നു. കണ്ണിന്റെ ഭാഗം ഒരു കണ്ണും പൂർണ്ണമായി തകർന്ന അവസ്ഥയിലേക്കാണ്. ഈ കുട്ടിക്ക് നേരെ ഇത്രയും നിഷ്ഠൂരമായ ആക്രമണം നടത്തിയ ശേഷം ഈ പ്രതികൾ നടത്തിയ ചാറ്റിലൊക്കെ ഇക്കാര്യം പറയുന്നുണ്ടായിരുന്നു. കണ്ണിനിട്ട് കുത്തി 3 കുത്ത് ഞാൻ കുത്തി, ശരിക്കൊന്ന് കുത്താനുള്ള ആളില്ലായിരുന്നു ഷഹനാസ് എന്നൊക്കെ അവർ പരസ്പരം രക്ഷാകർത്തകളിലൂടെ നമ്മൾ കണ്ടുകഴിഞ്ഞു. എന്തായാലും കേരള സമീപകാലത്ത് കണ്ടതിലെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരുന്നത്. ഇന്നലെ ഈ കാരണക്കാരായ 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അനീഷ് ഒന്ന് ഇടപെടുകയാണ്. അനീഷ് ഈ പറയുന്നത് പോലെ അക്രമത്തിന് മുൻപും ശേഷവും ഒക്കെയുള്ള ഇൻസ്റ്റാഗ്രാം ചാറ്റ് അടക്കം വാട്സപ്പ് ചാറ്റ് അടക്കം പുറത്തു വരുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഞാനൊന്ന് തൊട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഞാനൊന്ന് അടിച്ചതേ ഉള്ളൂ അപ്പോഴേക്കും ഷഹബാസ് വീണു എന്ന് പറയുന്ന തരത്തിലുള്ള ചാറ്റുകളെല്ലാം വരുന്നുണ്ട്. ഒരു പക്ഷേ ഇവര് സ്കൂളുകൾ തമ്മിൽ മാറി നിന്നുകൊണ്ട് കൂട്ടം കൂടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരാളെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ആക്രമിക്കാനൊക്കെ പ്ലാൻ ഇടുമ്പോൾ ഇതൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള രീതിയായിരുന്നോ എന്നതിനെ പറ്റി വല്ലതും വിവരമുണ്ടോ? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടികളുടെ ഈ രീതി കാണുമ്പോൾ ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെ നടപ്പിലാക്കിയതാണ്. കാരണം ഞായറാഴ്ചയാണ് ഈ സ്കൂളിൽ വെച്ച് അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് ഇരു വിഭാഗവും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. പിന്നീട് വലിയ ആലോചനകളാണ് മറുവശത്ത് നടക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും ഇൻസ്റ്റാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി വലിയ തോതിലുള്ള ആലോചനകൾ നടക്കുന്നു. എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്ത് രീതിയിൽ ഇടപെടണം എന്നതിനെ കുറിച്ചൊക്കെ സത്യത്തിൽ ഈ കുട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇത്തരം തർക്കങ്ങൾ തീർക്കാനായി ഇത്ര വലിയ ആലോചനകൾ എന്തിനാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം തന്നെ ബാക്കിയാവുന്നു. ഒപ്പം ഈ പല ചാറ്റുകളിലും മുമ്പും പിമ്പുമുള്ള പല ചാറ്റുകളിലും ഈ ഷഹബാസിന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഷഹബാസിനെ തീർക്കണം, ഷഹബാസിനെ നോട്ടമിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഷഹബാസിലേക്ക് ഇത് തിരിയുന്നത്, ഷഹബാസിനെ ലക്ഷ്യം വെച്ച് എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത് എന്ന വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. അവിടെയാണ് കൃത്യമായ ആസൂത്രണം നടന്നിരിക്കാം എന്ന കുടുംബം ആരോപണം. ഒപ്പം ഈ കുട്ടികൾ സാധാരണഗതിയിൽ വെറും കൈകൊണ്ടൊക്കെയാണ് അടിയുണ്ടാക്കാറ്. പക്ഷെ ഇവിടെ ഈ നഞ്ചക്ക് പോലുള്ള ഉപകരണങ്ങൾ, ഈ ഇടിവള പോലുള്ള സ്റ്റീൽ വളകളൊക്കെ ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ എന്തിനാണ് ഈ കുട്ടികൾ പരസ്പരം ഇത്തരം ആയുധങ്ങളുമായി വരുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. ഒപ്പം ഈ പുറത്തുനിന്നുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഇന്നലെ ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ പറഞ്ഞു. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണ്. ഒപ്പം ഈ 5 സംഘത്തിലെ 3 പേര് നേരത്തെയും സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഈ താമരശ്ശേരി സ്കൂളിലെ തന്നെ 9ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഇതേ ഗ്യാങ്ങിൽപ്പെടുന്ന ഈ 5 സംഘത്തിലെ 3 പേരുൾപ്പെട്ട ഒരു സംഘം താമരശ്ശേരി മാർക്കറ്റിൽ വെച്ച് മർദ്ദിച്ചിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അതുകൊണ്ട് ഇത്തരത്തിൽ സഹജീവികളോട്, സഹപാഠികളോട്, കൂടെയുള്ളവരോട് അങ്ങേയറ്റം ക്രൂരമായി പെരുമാറുന്നതിനൊരു അറപ്പില്ലാത്ത, അതിനുള്ള മടി മാറിയ ആളുകളാണ്, അതിന് ഒരിക്കലും മടിക്കാത്ത ആളുകളാണ് ഈ പ്രതികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഏറ്റവും അർഹമായ
ശിക്ഷ തന്നെ ലഭിക്കണം എന്നാണ് എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ അടക്കം അല്ലെങ്കിൽ നാട്ടുകാരായ ആളുകൾ പറയുന്നത്. പക്ഷെ നമുക്കറിയാം ജുവനൈൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇളവുകളുണ്ട്. അവർക്ക് അർഹമായ പരിഗണന എല്ലായ്പ്പോഴും നൽകുന്നുണ്ട്. ഈ പ്രതികൾ ഈ കൃത്യത്തിന് ശേഷവും അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കാരണം ആൾക്കൂട്ടമായി വന്ന് ഒരാളെ മർദ്ദിച്ചാൽ അല്ലെ ഒരാളുടെ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് അത്തരം നിയമത്തിന്റെ പരിമിതികളും ആ പ്രായത്തിന്റെ ഇളവ് കൊണ്ട് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചുമൊക്കെ കൃത്യമായ ധാരണ ഈ പ്രതികൾക്കുണ്ട്. അക്കാര്യങ്ങളും കൃത്യമായി ഈ ചാറ്റുകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ മുൻപും പിൻപും കൃത്യമായൊരു ആലോചനകൾ ആസൂത്രണം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഷഹബാസിനെ എന്തുകൊണ്ട് ലക്ഷ്യമിട്ടു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുന്നു. ഒരുപക്ഷെ ഈ കുട്ടികളെ ഈ ജുവനൈൽ ബോർഡിൽ ഹാജരാക്കി ഈ കെയർ ഹോമിലേക്ക് മാറ്റി അവർക്കിനിയും മറ്റന്നാൾ പരീക്ഷ തുടങ്ങാനിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ എല്ലാം അല്ലെങ്കിൽ ഈ എക്സസ് ചെയ്യുന്ന കുട്ടികളൊക്കെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പരീക്ഷയായി കാണുന്ന ദിവസമാണ്. ഈ സ്റ്റഡി ലീവ് കഴിയുന്നു, ഒപ്പം ഈ ഫെയർവെൽ പാർട്ടികളും ഒക്കെ കഴിഞ്ഞ് പൂർണ്ണമായും പഠനത്തിലേക്ക് കുട്ടികൾ നീങ്ങുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പരീക്ഷയ്ക്കായി നീങ്ങുമ്പോൾ ഈ 6 വീടുകളിലും പ്രത്യേകിച്ചും ഈ മരിച്ച ഷഹബാസിന്റെ വീട്ടിലെ ആളുകളും അവർക്ക് അവരുടെ കുട്ടി ഇത്തവണ പരീക്ഷ എഴുതാൻ ഉണ്ടാവുന്നില്ല. ഒപ്പം മറ്റ് 5 കുട്ടികളുടെ വീട്ടിലും ഏതാണ്ട് ഇതുപോലെ തന്നെ സാഹചര്യമാണ്. കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴും ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് എത്രമാത്രം ഇപ്പോഴത്തെ ആധുനിക സാഹചര്യങ്ങളിൽ തടയാൻ കഴിയുന്നു എന്നത് വലിയ ചോദ്യമാണ്. മോശം പേരന്റിംഗ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല സാഹചര്യം. അതിനേക്കാൾ സങ്കീർണമായ ഒരു സാമൂഹിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സ്വന്തം മാതാപിതാക്കൾക്കോ രക്ഷകർത്താക്കൾക്കോ അധ്യാപകർക്കോ പോലും തടയാൻ പറ്റാത്ത വിധം കുട്ടികളിൽ ഈ കുറ്റവാസന ഈ ആഘോഷങ്ങളിൽ അഭിരമിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതുപോലെ തന്നെ അനീഷ് ഈ പറയുന്നത് പോലെ അധ്യാപകർക്കും ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ അക്രമി സംഘത്തിലെ 3 പേരെ മുൻപും ഇതേ പ്രവൃത്തി മൂലം താക്കീത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു വിവരം കൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോഴും ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്ന ഒരു അധ്യാപക സംഘമോ അല്ലെങ്കിൽ ഒരു അധികൃതരോ നമുക്കിടയിലുണ്ട്. അതിനെപ്പറ്റി ഷഹബാസിന്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ചോദിച്ചോ റജിമാശ അടുപ്പിച്ച് അങ്ങോട്ട് പോന്നോ? ആംബുലൻസിന്റെ കൂടിക്കുന്നു ക്യാമറ ആയിട്ട് എന്തിനാണോ എന്തെന്നടുത്ത് അനീഷ്, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഷഹബാസിന്റെ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എത്ര നേരം ഉണ്ടാകും പൊതുദർശനം? അതിനുശേഷം എപ്പോഴായിരിക്കും ഖബറടക്കം നടക്കുന്നത്? ഇനി അധിക നേരം കാണില്ല. നേരത്തെ 3:15 3:30 ഈ സമയക്രമം പറഞ്ഞിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഏറെ നീളുന്ന ഒരു സാഹചര്യം. 3:15 ജുമാ മസ്ജിദിൽ മയ്യിത്ത് നിസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചത്. കടവൂർ ജുമാ മസ്ജിദ് മദ്രസയിൽ പിന്നീട് പൊതുദർശനം, അതിനുശേഷം അവിടെ തന്നെ പള്ളിയിൽ ഖബറടക്കം നടക്കുമെന്നാണ് അറിയിച്ചത്. അതിൽ നിന്നും കുറച്ച് സമയമൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നു. 3:45 ഒരു 4 മണിയാകുമ്പോഴേക്കും 4 മണിക്ക് മുമ്പായി ഈ ചുങ്കം ജുമാ മയ്യിത്ത് നിസ്കാരം ആരംഭിക്കും. ഇവിടുന്ന് വലിയ ദൂരമില്ല. ഇവിടുന്ന് കഷ്ടിച്ച് 1-1.5-2 കിലോമീറ്റർ മാത്രമാണ് അവിടേക്കുള്ള ദൂരം. അല്പസമയത്തിനകം ഇവിടെ നിന്നും മൃതദേഹമായി ആ പള്ളിയിലേക്ക് പോകും. അവിടെ പൊതുദർശനം, പിന്നീട് ഖബറടക്കം. എന്തായാലും വലിയ ഒരു ആൾക്കൂട്ടം, ജനക്കൂട്ടം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പ്രവാസിന്റെ കൂടെ പഠിച്ച ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അയൽവാസികൾ, അങ്ങനെ
വലിയൊരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ള വലിയൊരു കൂട്ടം ഈ ചെറിയ പരിസരത്തേക്ക് എത്തിയിരുന്നു. ഇവരൊക്കെ ഇവിടെ നിന്നും ഇപ്പോൾ ഈ പള്ളി പരിസരത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം ഇവിടെ നിന്നും ഈ വീട്ടിൽ നിന്നും ഇറക്കിയ ഭൗതിക ശരീരം നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. സ്വന്തക്കാരുമൊക്കെ ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലുണ്ടായ ഒരു വാക്കുതർക്കത്തിന്റെ ബാക്കിപത്രമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തർക്കത്തിൽ നിന്ന് തുടങ്ങി കയ്യാങ്കളിയിലേക്കും പിന്നീട് ട്യൂഷൻ സെന്ററിന് പുറത്തും എത്തിക്കുന്ന ഒരു അക്രമത്തിന്റെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷഹബാസിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിന് ശേഷം 4 മണിയോടുകൂടി ഖബറടക്കം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അനീഷ്, ഈ പറയുന്നത് പോലെ ഈ കുറ്റവാളികളായിട്ടുള്ള അക്രമികളായിട്ടുള്ള ഈ കുട്ടികൾ മറ്റന്നാൾ ഈ പറയുന്നത് പോലെ പരീക്ഷ തുടങ്ങുകയാണ്. ട്യൂഷൻ സെന്റർ ആണ് എങ്കിൽ പോലും എങ്ങനെയാണ് പരീക്ഷ എഴുതുക എന്നതിനെ കുറിച്ചുള്ള ഒരു രീതി? അവർക്ക് പരീക്ഷ എഴുതാൻ ഇന്ന് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ജൂനിയർ ബോർഡിലാണ്, JJ ബോർഡിൽ നിന്ന് ജൂനിയർ ബിസിനസ് ബോർഡിലാണ് ഹാജരാക്കിയത്. അവിടെ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ വാദം കേട്ടു. അതിനുശേഷമാണ് അവരുടെ ജാമ്യം തള്ളിയത്. പരീക്ഷ അടക്കമുള്ള ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി കൊടുക്കും. നമുക്കറിയാം, ഈ കുറ്റവാളികളാണെങ്കിൽ പോലും പ്രായപൂർത്തിയാവാത്തവരാണ്. അവരുടേതായ ചില സ്വഭാവ പ്രശ്നങ്ങൾ മൂലമോ മറ്റ് ഈ ബാഹ്യ സമ്മർദ്ദങ്ങളുടെയൊക്കെ ഫലമായാവാം ഇവരൊക്കെ ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത്. അപ്പോഴും അവരെ കറക്ഷണൽ റൂമുകളിൽ ഈ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ പഠിച്ച് അവർ തിരിച്ചു വരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശിക്ഷ എന്നതിൽ അപ്പുറം അവരെ തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും തിരുത്തൽ നടപടികൾ കൃത്യമായി നടത്താതെ പോകുന്നു, അല്ലെങ്കിൽ തിരുത്തലിനെ തെറ്റിദ്ധരിച്ച് കൂടുതൽ പ്രകോപനത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച പലപ്പോഴും ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. നേരത്തെ പാലക്കാടും മറ്റുമൊക്കെ ഈ അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ കാണുകയും അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചപ്പോൾ വലിയ വിമർശനങ്ങൾ വരികയും ചെയ്തു. കാരണം ഈ കുട്ടികളെ അത്തരത്തിൽ പിശകുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിഴവുകൾ അവരുടെ പക്കൽ നിന്നുണ്ടാകുമ്പോൾ അവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിനപ്പുറം അവരെ ചേർത്ത് പിടിച്ച് നേർവഴിയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കലിനൊരു പ്രേരകമായി മാറുക എന്നത് തന്നെയാണ് ഈ നേർവഴിയിലേക്ക് നയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിനു മുൻപും ഇവർ ഇതേ സമാനമായിട്ടുള്ള സംഭവങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അറിയാം, അധ്യാപകർക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും ഒക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ഉറപ്പായിട്ടും വീട്ടിൽ വിവരം അറിയിച്ചു കാണും. അപ്പോൾ ഇതെല്ലാം അറിയാം. എന്നിട്ടും വീണ്ടും ഈ കുട്ടികൾ ഇതുപോലൊരു സംഗതിയിലേക്ക് നീങ്ങുമ്പോൾ എന്താണ് അതിലുള്ളൊരു നിലപാട് എന്താണ്? അതില്ല, ഈ മതിമറന്നുള്ള ആഘോഷങ്ങൾ, പരിധി വിട്ടുള്ള അതിക്രമങ്ങൾ എന്നിവയൊക്കെ ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയുടെ ഒരു മുഖച്ഛായയായി മാറിയിരിക്കുന്നു. ഈ ക്ലാസ്സിൽ അത്യാവശ്യം അടിയുണ്ടാക്കുക, അല്ലെങ്കിൽ സംഘം ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ആഘോഷങ്ങൾ അതിരുകടന്ന് അർമാദിക്കുക, ഇവയൊക്കെ ഒരു ആധുനിക കുട്ടികളുടെ ഈ പുതിയ തലമുറ കുട്ടികളുടെ ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. അവരതിലൊന്നും വലിയ പിശക് കാണാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു പൊതുബോധം കുട്ടികൾക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്നു. അത് സമൂഹ മാധ്യമങ്ങളുടെ ആയാലും സിനിമകളുടെ ആയാലും സമൂഹത്തിൽ തന്നെ നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങളുടെ ആയാലും അവയിൽ നിന്നൊക്കെ കടം കൊണ്ടാണ് അവരുടെ ഒരു സംസ്കാരവും രൂപപ്പെട്ടു വരും. അതുകൊണ്ട് പൂർണ്ണമായും ഈ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അധ്യാപകരും പറയുന്ന പലപ്പോഴും ഈ ചില കുട്ടികളുമായി ഇടപഴകുമ്പോൾ തങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ അതുകൊണ്ട് അവരെ തള്ളിക്കളയാൻ പറ്റില്ല. അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്കോ ഒക്കെ നീങ്ങിയാൽ അവരുടെ ഭാവിയിൽ അവർ അതിനേക്കാൾ വലിയ ക്രിമിനലുകളായി മാറാനുള്ള സാധ്യതകളാണ് മുന്നിൽ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചെറിയ പിശകുകൾ അല്ലെങ്കിൽ സ്കൂളിലും മറ്റുമൊക്കെയുള്ള കയ്യാങ്കളിയും കയ്യേറ്റവും ഒക്കെ വരുമ്പോഴും അവരെ ശാസിച്ച് ഉപദേശിച്ചൊക്കെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു ശ്രമമാണ് തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതാണ് അധ്യാപകർ പറയുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് കൃത്യമായ ഒരു അന്വേഷണം, അതിനു വേണ്ടിയുള്ള പഠനങ്ങളൊക്കെ ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം
ഒരിടത്തല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. പരക്കെ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ ഗ്യാങ്ങുകളായി സ്കൂളിനുള്ളിൽ ഗ്യാങ്ങുകൾ, ക്ലാസുകൾക്കുള്ളിൽ ഗ്യാങ്ങുകൾ, അല്ലെങ്കിൽ സ്കൂളിന് മൊത്തമായി ഗ്യാങ്ങുകൾ, അങ്ങനെ പല കൂട്ടങ്ങളായി കുട്ടികൾ മാറുന്നു. നേരത്തെയൊക്കെ എല്ലാ പിള്ളേരും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ തുരുത്തുകളായി കുട്ടികൾ മാറുന്നു എന്നതാണ്. ഇന്നലെ കാസർഗോഡ് കണ്ടത് ഈ ഫെയർവെൽ പാർട്ടി മറ്റൊരു ദുരന്തമായി മാറുന്നത് എങ്ങനെയെന്നതാണ്. കാരണം ഫെയർവെൽ പാർട്ടി വലിയ ആഘോഷമായി കുട്ടികൾ അവരവരുടെ 2-3 വർഷത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ 10 വർഷത്തെ സ്കൂൾ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് പിരിയുന്നതിന് പകരം കഞ്ചാവ് പാർട്ടി സംഘടിപ്പിച്ച് ഈ ഫെയർവെൽ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കുട്ടികളെ നമ്മൾ കാസർഗോഡ് കണ്ട്. അത് എക്സൈസ് വകുപ്പിന്റെ ഇടപെടൽ കൊണ്ടാണ് ആ ആഘോഷം പൊളിക്കുകയും ആ പ്രതികളെ പിടികൂടുകയും ചെയ്തത്. ഒപ്പം പത്തനംതിട്ടയിൽ BMW കാറുമായി പോയി ആഘോഷം നടത്തി അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നു. മറ്റു പലയിടങ്ങളിലായി ഈ അടുത്ത കാലത്ത് ബസ് സ്റ്റാൻഡുകളിൽ തമ്മിലടിക്കുന്ന വിദ്യാർത്ഥികളെ കാണുന്നു. കോട്ടയത്തും കൊച്ചിയിലുമൊക്കെ പലയിടത്തു നിന്നാണ് ഇത്തരത്തിലെ വാർത്തകൾ ഓരോ ദിനവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു സ്കൂളിലെ പ്രശ്നമായോ ഒരു മേഖലയിലെ പ്രശ്നമായോ ഒരു കൂട്ടം കുട്ടികളുടെ പ്രശ്നമായോ നമുക്കിതിനെ കാണാനാവില്ല. മൊത്തത്തിൽ ചികിത്സ അനിവാര്യമായ ഒരു സാമൂഹ്യ വിപത്തായി ഈ കുട്ടികളുടെ പഠനവും അവരുടെ ഭാവിയും മാറുന്നു. നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്കായി വലിയ നിക്ഷേപങ്ങളാണ് നടത്തിയിരിക്കുന്നത്. കിഫ്ബിയും മറ്റുമൊക്കെ ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചു, ആധുനിക സ്മാർട്ട് ക്ലാസ് റൂമുകൾ സംഘടിപ്പിച്ചു, ലാംഗ്വേജ് ലാബുകൾ സംഘടിപ്പിക്കുന്നു. പക്ഷെ ഇതൊന്നും മതിയാവുന്നില്ല. അവരുടെ ഈ ബാഹ്യമായ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയതുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോകില്ല. മറിച്ച് ഈ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ എങ്ങനെ ഈ വിപത്തുകളിൽ നിന്നും, ഈ മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിൽ നിന്നും, ഈ അക്രമവാസനകളിൽ നിന്നുമൊക്കെ എങ്ങനെ ഒഴിഞ്ഞു നിൽക്കാം എന്നുകൂടി കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം പഠനങ്ങളുടെ ഒരു തോത് വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒരുപക്ഷെ ഏറ്റവും ഒടുവിലത്തെ സംഭവമായി ഈ താമരശ്ശേരി മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഇതുകൊണ്ടുണ്ടാവുന്ന പരിണത ഫലങ്ങൾ, ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ 5 കുട്ടികളുടെ ഭാവിയാണ് ഇരുളടയുന്നത്. 6 കുടുംബങ്ങളാണ് തത്വത്തിൽ ഈ ഒരു ഒറ്റ സംഭവത്തോടുകൂടി അങ്ങേയറ്റം അരക്ഷിതമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് അവസാനമായി ഈ ക്യാമ്പസുകളിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉണ്ടാവുന്ന അവസാനത്തെ ഒരു അക്രമ സംഭവമായി ഇത് മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. ഒപ്പം ഈ കുറ്റവാസനയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന രീതി സഹപാഠികളിൽ നിന്നോ ഒപ്പമുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രവണതയ്ക്കും അവസാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും വളരെ ലാഘവത്തോടുകൂടി ചെയ്യുന്ന അക്രമമായിരിക്കും വലിയൊരു ആശങ്കയിൽ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു അക്രമത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഒരു ഗൃഹപാഠം അത് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുമെന്ന് കരുതാം. വീട്ടിൽ കുട്ടികളെ അൻപും അലിവും കരുണയും സ്നേഹവും ഒക്കെ പഠിപ്പിക്കാൻ രക്ഷകർത്താക്കളും തയ്യാറാവും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അങ്ങേയറ്റം ഞെട്ടിക്കുന്ന, വേദനപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു 15-കാരന്റെ മൃതദേഹമാണ് സ്വന്തം തറവാട്ട് വീട്ടിൽ എത്തിച്ച ശേഷം പള്ളിയിലേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ദുർഗതി ഇനി ഒരു രക്ഷകർത്താവിനും ഉണ്ടാവരുതെന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക മാത്രമാണ് ഈ ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക. ഇനിയും മറ്റിടങ്ങളിൽ നിന്നും ഇത്തരം വാർത്തകൾ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇനി ഈ ഒരു സംഭവത്തിന്റെ പിന്നാലെ വീണ്ടും ഈ കുട്ടിക്കൂട്ടം സംഘടിക്കുമോ, അല്ലെങ്കിൽ അത്തരം ആലോചനകൾ ഒരു വശത്ത് നടക്കുമോ എന്ന് പോലും പ്രവചിക്കാൻ കഴിയാത്ത, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരു 15 വയസ്സുള്ള കുട്ടിയുടെ തലയൊട്ടി അടിച്ചു പൊളിക്കുക എന്ന ക്രൂരമായ കൃത്യമാണ് ഈ സഹപാഠികൾ അല്ലെങ്കിൽ ഇതേ പ്രായക്കാരായ കുട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇല്ല. അതെ അനീഷ്, ഈ പറയുന്നത് പോലെ താമരശ്ശേരിയിലെ ഈ ഒരു സംഭവം അവസാനത്തെ സ്കൂളുകളിൽ നടക്കുന്ന അവസാനത്തെ ഒരു അതിക്രമമായിട്ട് മാത്രം പറയാൻ പറ്റട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ബാക്കി 5 പേരുടെ ജീവിതമാണ് ഇല്ലാണ്ടാകുന്നത്. ഈ പറയുന്നത് പോലെ ആ 5 കുടുംബങ്ങളുടെ, ഒരുപക്ഷെ നാളത്തെ അത്താണിയാവേണ്ട 5 കുടുംബങ്ങളെയാണ് ഇന്നത്തെ ഒരു പുതുതലമുറയുടെ ഒരു